ത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ മുഴുവൻ പ്രതികളെയും ഞങ്ങൾ അഴിയണ്ണിക്കും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, അവർക്ക് കനത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. മാനിഫെസ്റ്റോയിൽ അത് പറഞ്ഞില്ല, പ്രോഗ്രസ് റിപ്പോർട്ട് അത് പറഞ്ഞില്ല, പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞില്ല. എന്താണ് ശബരിമലയുമായിട്ടുള്ള CPM-ന്റെ നിലപാട്? യുവതി പ്രവേശനത്തിനെ സംബന്ധിച്ച നിലപാട് അവ്യക്തമാണ്. സ്വർണം കൊള്ളയടിച്ച ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായമാണ്. പാർട്ടി നേതൃത്വം എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന് ഇപ്പോഴും മറുപടിയില്ല. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രകടന പത്രികയിലോ അതോടൊപ്പം തന്നെ പ്രോഗ്രസ് കാർഡിലോ മുഖ്യമന്ത്രി ഒന്നും പറയാതിരിക്കുന്നത് ഭക്തജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണ്. ശബരിമല ഭക്തന്മാരോടുള്ള കടുത്ത വഞ്ചനയാണ് മുഖ്യമന്ത്രി കാണിച്ചത്. അതേപോലെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിരവധി 1978 മുതൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 82 മുതൽ ഞാൻ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഒരു മുന്നണി ആ മുന്നണിയുടെ പ്രകടന പത്രിക തിരുത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പ്രകടന പത്രിക തിരുത്തുകയാണ്. അതും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള മലയോര മേഖലകളിലെ കർഷകർക്ക് ഇരുട്ടടിയാണ് മാനിഫെസ്റ്റോയിൽ ഇടതുപക്ഷം നൽകിയത്. വനത്തിന്റെ ബഫർ സോൺ തീരുമാനിച്ച് ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള 3 പാരഗ്രാഫ് ഇപ്പോൾ മുഖ്യമന്ത്രി തിരുത്തുകയാണ്. ഇത് കർഷകരോടുള്ള വലിയ ദ്രോഹമല്ലേ? തമിഴ്നാട് ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നത്? 0 ബഫർ സോണാണ്. എന്ന് വെച്ചാൽ വനാതിർത്തിയാണ് അവരെ എടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ മാനിഫെസ്റ്റോയിൽ CPM പറഞ്ഞത് എന്താണ്? അവർ പറയുന്നത് ഞങ്ങൾ വനാതിർത്തിയിൽ ഒരു ബഫർ സോൺ ഉണ്ടാക്കും, എന്നിട്ട് കർശന നടപടികൾ സ്വീകരിക്കും, വനത്തിന്റെ സംരക്ഷണത്തിന്, പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് മുഖ്യമന്ത്രിയാണ് ഈ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തത്. അപ്പൊ അതൊന്നും ഒരു തവണ പോലും വായിച്ചു നോക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതിന് ഇതിനൊക്കെ വലിയ ഉദാഹരണമുണ്ട്. സാധാരണ മുഖ്യമന്ത്രി ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗം വായിക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാൻ വന്നാൽ കോന്നി പറഞ്ഞുകൊണ്ടിരിക്കും. PR ടീം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടി വരും. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗം മാത്രം വായിക്കുന്ന മുഖ്യമന്ത്രി ഇത് ഒരു തവണയെങ്കിലും ആ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തൊന്ന് വായിക്കാമായിരുന്നു. വായിക്കാതിരുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പൊ തിരുത്തേണ്ടി വന്നത്. മലയോര മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന മാനിഫെസ്റ്റോയാണ് ഇടതുപക്ഷം പുറത്തിറക്കിയത്. വൈകി വന്ന വിവേകമാണിത്, ഇതിന്റെ വഞ്ചനയാണിത്. ഇവിടെ ഇതേ നിലപാടായിരുന്നു പ്ലീസ് ഇതേ നിലപാടാണ് നേരത്തെയും ഇവർ സ്വീകരിച്ചത്. നിയമസഭയിൽ ഇവർ സ്വീകരിച്ച നിലപാട് ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചു, തമിഴ്നാട് ഗവൺമെന്റ് 0 ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവര് പറഞ്ഞ വനാതിർത്തിയിൽ നിന്ന് ഞങ്ങൾ ബഫർ സോൺ കണ്ടെത്തുവാനാണ് പറഞ്ഞത്. അതേ നിലപാടാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. അന്ന് ഞങ്ങൾ നിയമസഭയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് അത് മാറ്റുന്നതിനെ സംബന്ധിച്ച് ആലോചന ഉണ്ടായത്. കേന്ദ്ര ഗവൺമെന്റിന് 0 ബഫർ സോൺ എന്ന് പറയുന്നതിന് പകരം വനാതിർത്തിയുമായി ബന്ധപ്പെട്ട് പുതിയ ബഫർ സോൺ ഉണ്ടാക്കും എന്നിവർ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഈ കലാപ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.